സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന ട്രംപാണ്. ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള ഇപ്പോൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ട്രംപിന്റെ പ്രസ്താവനയും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇറാൻ ആണവായുധം കൈവശം വെക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് മൊസ്തബയുമായിട്ടുള്ള കൂടിക്കാഴ്ച താൻ ആഗ്രഹിക്കുന്നു, അത് എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നുവരെ ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിക്കുന്ന ഈ സമയത്തും ഇവിടെ തടസ്സമായി നിൽക്കുന്നത് ഇസ്രായേൽ ലെബനിലേക്കുള്ള ആക്രമണം നിർത്തിയിട്ടില്ല ഹിസ്ബുള്ളക്കെതിരെ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ അടങ്ങിയിരിക്കുന്നില്ല, അവർ ആക്രമണം ഇടയ്ക്കിടയ്ക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു സിനാരിയോ വന്നിട്ടില്ല ഇപ്പോൾ അവിടെ. അതിൽ ഒരു കാര്യം, ട്രംപ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ട്രംപ് വിചാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നാൽക്കവലകളിലുള്ള ആൾക്കാർ പോലും ചിരിക്കുന്ന അല്ലെങ്കിൽ തമാശ രീതിയിൽ എടുക്കുന്ന ഒരു സംവിധാനമാണ് ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം അങ്ങ് വിടാം. ട്രംപ് എന്തു പറഞ്ഞു എന്നുള്ളത് റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇതിനകത്ത്. മഞ്ജുഷ, നമ്മൾ കാണേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ US വളരെ നല്ല രീതിയിൽ തന്നെ പ്രഷറൈസ് ചെയ്താണ്. ആക്ച്വലി ഞാൻ ഡേ 1 മുതൽ പറയുന്നത് ഇതിൻ്റെ കീ പ്ലെയർ എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ആ ഇസ്രയേൽ ഇപ്പോൾ നോക്കണം, വളരെ തന്ത്രപൂർവം നൈസായിട്ട് ഒരു വൺ സൈഡ് എടുത്ത് US-ൻ്റെ, അതായത് ഒരു ശീലാന്തി പറയില്ലേ എന്ന് പറയുന്ന മാതിരി US-ൻ്റെ ഷോൾഡറിലോട്ട് കൊണ്ട് വെച്ചു കൊടുത്തു ദേ ഇറാനെ. ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് മാറി. അവരുടെ എയിം എന്താണ്? അത് വിശാലമായിട്ടുള്ള ഈജിപ്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഇതിൽ എന്താ പറയുക എന്നുള്ള രീതിയിലാണ് ഈ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതൊരു കാരണവശാലും നടക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ട്രംപ് കാർഡ് എന്ന് പറയുന്നത്, അവരുടെ തുറുപ്പുചീട്ട് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. 1 ഹൂതീസ് ഉണ്ട്, 2 ഹോർമുസ് ഉണ്ട്, അതുപോലെ തന്നെ എൻറിച്ച്ഡ് യുറേനിയമുണ്ട്. ഈ 3 പോയിന്റിൽ പക്ഷെ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം, ഇറാൻ എന്നാണോ ഡേ 1 മുതലുള്ള പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും അവർ പുറകോട്ട് മാറിയിട്ടില്ല ഒരു കാരണവശാലും. അവരപ്പോൾ അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പം നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നേരെ മറിച്ച് US ആണിപ്പോൾ ഇറാൻ്റെ പുറകിന് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് ഈ ഊരാക്കൊടുക്കിൽ നിന്ന് തലയൂരണമെന്നുള്ള രീതിയിലാണ് US-ൻ്റെ ഈ പോക്ക്. പക്ഷേ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം മുതൽ തന്നെ കാര്യം ഇപ്പോൾ നമുക്ക് നേരത്തെ എനിക്ക് മുമ്പുള്ള പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതിലൊരല്പം ഡീവിയേഷൻ ഉണ്ട്. കാര്യം മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. കാര്യം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വലിയ മിലിറ്ററി പവർ ഒന്നുമുള്ള രാജ്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അവർക്ക് US അവരുടെ എക്സ്പാൻഷൻ പോളിസി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ബേസ്ഡാ, ഞങ്ങൾക്ക് അവിടെ കാലുകുത്താനുള്ള സ്ഥലം തരുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവർ ഓരോ ഗൾഫ് കൺട്രീസിലും ബേസ് എടുത്തതാണ്, അതായത് US ബേസ്. ഇപ്പോൾ അവർക്കത് മനസ്സിലായി. അറബ് കൺട്രീസ് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ഇപ്പോൾ ചൈന അല്ലെങ്കിൽ ആ ഒരു റഷ്യ എന്നുള്ള ആ ഒരു ആംഗിളിലോട്ട് വന്നിട്ട് US-ൻ്റെ ഷെൽട്ടറിൽ നിന്ന് മാറാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്നത് കൊണ്ടാണ്, അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലേ നാളെ അത് സംഭവിച്ചിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വാർ എന്നുള്ളതല്ല വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് പ്രശ്നം. ആ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാനെ ടോട്ടലി റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല. കാരണം ഈ സെക്കൻഡ് ഫേസിൽ വന്ന ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ശരിക്കുമുള്ള മഞ്ജുഷ് പറഞ്ഞ പോലെ ശരിക്കുമുള്ള ഒരു സീസ് ഫയർ അവിടെ നടന്നിട്ടേ ഇല്ല, നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഇത് ശരിക്കും അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് ഇറാനാണെന്നേ. അതുകൊണ്ട് എന്താ പറ്റിയത്, അവരെ ഓൾറെഡി അവരുടെ ഗ്രൗണ്ടിൽ തന്നെയാണ്. ആ ഗ്രൗണ്ടിൽ അവരുടെ സ്വന്തം രാജ്യത്ത് സ്വന്തം സ്ഥലത്ത് അവർക്ക് റീഅറേഞ്ച് ചെയ്യാനും അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് റീകൂപ്പ് ചെയ്യാനും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് റൈറ്റ് മെയിൻ സ്ഥലങ്ങളിൽ കവർ ചെയ്യാനും ഒക്കെയുള്ള ഒരു റിയാക്ഷൻ ടൈം അവർക്ക് കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത് US-നുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും കൂടിയാണ്. കാര്യം US-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്ന അവരുടെ ഗ്രൗണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഷിപ്സാണ്, ബാറ്റിൽ ഷിപ്സാണ് ബേസിക്കലി. ഈ ഷിപ്സിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് അത് റീഫ്യൂവൽ ചെയ്തൊക്കെ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് ഇറാൻ എപ്പോഴും ഗ്രൗണ്ട് സ്വന്തം സ്ഥലം അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുവാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയും ഇറാൻ അറിയാം
ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ശേഷി, അതായത് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് ഇനിഷ്യലി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും വരാനില്ല. വെപ്പണിൻ്റെ ആ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും US ലോ സ്കെയിലായിരിക്കുകയാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഇസ്രയേലിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇറാനല്ല, അവരുടെ ഫോക്കസ് ചേഞ്ച് ചെയ്തു. നേരെ മറിച്ച് ഇറാൻ വെച്ചിരിക്കുന്ന കണ്ടീഷൻ വളരെ ക്ലിയർ ആണ്. അതായത് ഹൂത്തിയെ അല്ലെങ്കിൽ പ്രോക്സിയെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കും. അത് തന്നെയാണ്, അത് ക്ലിയർ ആണ്. അതുപോലെ തന്നെയാണ് US ബേസ്, അതായത് ഏതെങ്കിലും രാജ്യം ഞങ്ങളെ അറ്റാക്ക് ചെയ്യുവാൻ US ബേസ് കൊടുത്താൽ, സപ്പോർട്ട് കൊടുത്താൽ, വിത്തൗട്ട് എനി പ്രീ കണ്ടീഷൻ ഞങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും US ബേസ് കൊടുക്കാതിരിക്കുക, US ഷെൽട്ടർ കൊടുക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല. US ഷെൽട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അവരുടെ പോളിസി വളരെ ക്ലിയർ ആണ്. ആ പോളിസി വെച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇപ്പോൾ US എങ്ങും വയ്യാത്ത ഒരു രീതി, തലയുരാൻ വയ്യാത്ത ഒരു രീതി. ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിലും ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണല്ലോ. ട്രംപ് ഇപ്പോൾ സമാധാനത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ് എന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് സമാധാനത്തിൻ്റെ പാത തുറന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷേ അപ്പോൾ ഇസ്രായേൽ മറ്റൊരു വഴിക്ക് പോവുകയാണല്ലോ. ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഒരു വേള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്, ട്രംപ് നെതന്യാഹുവിനെ ക്രേസി എന്ന് വിളിച്ചു എന്നൊക്കെ. ആ രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും യുദ്ധം വേണ്ട എന്ന നിലപാടുള്ളവരാണല്ലോ അമേരിക്കയിൽ ഇപ്പോഴും കൂടുതൽ, സർവേ അനുസരിച്ച്. മഞ്ജുഷ്, ഒരു പരിധി വരെ താങ്കൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് സഹപാനലിസ്റ്റ് പറഞ്ഞതിനോട് ചില വിയോജിപ്പുകൾ ഉണ്ട് എന്ന് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇസ്രായേലും ട്രംപുമായിട്ട്, അതായത് ട്രംപും നെതന്യാഹുവുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നു എന്നുള്ള കാര്യത്തിൽ അൺകൺഫേംഡ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് താങ്കൾ പറഞ്ഞുകൊണ്ടാണ്. എഫിം ബി ഷീറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടെ നിന്നൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് 96 ദിവസം പിന്നിടുമ്പം ഏകദേശം 4000-നും 6000-നും ഇടയ്ക്ക് ആളപായവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എവിടെ നിന്ന് നമ്മൾ തുടങ്ങി, എവിടെ കൂടെ നടന്നു, എവിടെ വന്ന് നിൽക്കുന്നു, ഇനി എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സങ്കീർണമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞതിനകത്ത് സംശയമില്ല. എന്നാൽ ആ ഒരു ഈക്വൽ സമയത്ത് തന്നെ എനിക്ക് ഇതുകൂടെ പറയേണ്ടിയിരിക്കുന്നു. സഹപാനലിസ്റ്റ് ആരൊക്കെ പറയുന്നത് കേട്ടു, അമേരിക്കയുടെ കപ്പാസിറ്റി കുറഞ്ഞു, അല്ലെ അമേരിക്കയെ ഒരു മുഖവിൽ കിടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നു. അത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മളൊരു മിലിറ്ററി ഫോഴ്സിന്റെ ഒരു കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏത് ശക്തിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും അമേരിക്കയുടെ മിലിറ്ററി മൈറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുള്ളൊരു കാര്യമില്ല. പക്ഷേ എന്നാൽ നമുക്ക് റീജിയണൽ ഡിഫറൻസുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ കുഴപ്പമില്ല. അത് ഒന്ന്. രണ്ടാമത്തേത്, സമാധാനത്തിന്റെ കാര്യത്തിൽ ഇത് എങ്ങോട്ട് എന്ന് ചോദിക്കുകയാണെങ്കിലും, അതായത് എന്തിനാണ് അമേരിക്ക അവിടെ പോയത്? അമേരിക്ക പോയത് രണ്ട് പ്രധാന കാര്യങ്ങളുമായിട്ടാണ് അവിടെ പോയത്. ഒന്ന്, ഇറാന്റെ ഇപ്പോഴത്തെ കറണ്ട് ഭരണകൂടത്തെ അട്ടിമറിച്ച് അവര് ഒരു ഭരണം സ്ഥാപിക്കുക എന്നുള്ള ഒരു IRGC വിട്ടിട്ട് വേറൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു എങ്കിൽ, അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി, അത് കഴിഞ്ഞ 2-3 ദശകങ്ങളായിട്ട് അമേരിക്കയിൽ അല്ലെ ലോകത്തിൽ മൊത്തമായിട്ടൊരു ഹോട്ട് ടോപ്പിക്കാണ്. കാരണം ഇതിനു മുമ്പ് ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഉണ്ടായിരുന്നപ്പം ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുകയും, എന്ന് തൊട്ട് ആ ഡീൽ ഉണ്ടായോ അന്ന് മുതൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ ട്രംപ് പ്രസിഡന്റ് ആകാതിരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും, അമേരിക്ക ഇറാന് സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ ഈ ഒരു ഡീൽ എടുക്കുന്നതോടുകൂടി വീക്ക് ആവുകയാണ് ചെയ്തത് എന്നുള്ളത് ഇത് വന്നു. ആദ്യത്തെ ടൈമിൽ വന്നു, രണ്ടാമത്തെ ടൈമിൽ അത് ആദ്യത്തെ ടൈമിൽ തന്നെ ആ ഒരു എഗ്രിമെന്റ് മറിച്ചിടുകയും അതിനുശേഷം റീനെഗോഷിയേഷൻ തുടങ്ങുകയും അത് ഒരിടത്തും എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് വന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇസ്രായേലിന് വേണ്ടി, അല്ല ഇസ്രായേൽ പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ കൈപിടിച്ച്, അല്ലെ ഇസ്രായേലിന്റെ തോളിൽ കയറി, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ തോളിൽ കയറി, എങ്ങനെയും ആയിക്കോട്ടെ ഈ ഒരു സ്ട്രൈക്കിൽ വന്നു. ഈ രണ്ട് കാര്യവും നടന്നില്ല. ഇത് ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ആ ഒരു ത്രെട്ട് എവിടെയായിരുന്നു അത് അവിടെ തന്നെ ഉണ്ട്. എന്തായത് ഒരു മേ ബി 5-6 മാസം അല്ലെ 2-3 വർഷം അതിനെ മുന്നേക്ക് വലിക്കാൻ പറ്റി എന്നതിലകം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.